ഫ്രഞ്ച് ഒപ്പേറ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ് കേട്ടോ. ചിക്കൂസ് ഡൈൻ നോക്കിയിട്ടാണ് ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കല്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാക്കണേ. കേക്ക് ട്രേ റെഡിയാക്കി വെച്ചു നമ്മൾ. അതിനുശേഷം ഒരു 10-20 ബദാം എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കി മൈദ നമ്മൾ ആഡ് ചെയ്യണം. ആ ഒരു കപ്പ് മൈദ നമ്മൾ ആഡ് ചെയ്യണതിന്റെ പകരം അതിലേക്ക് ബദാം പൊടിയും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ. ബദാമും മൈദയുടെയും പൊടിയുടെയും മൈദയുടെയും മിക്സ്, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടണം. മിക്സ് ചെയ്യണം. അരിപ്പയിൽ ഇതാക്കിയതിന് ശേഷം ആ പൊടി കളയണ്ട, ബദാമിന്റെ ആയ കാരണം കൊണ്ട് അത് അതിലേക്ക് തന്നെ ഇടണം. അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണത് ആ ബേക്കിംഗ് പൗഡറിന്റെ മിക്സ് ഒന്ന് ശരിയാകും, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 കപ്പ് ഷുഗർ പൊടിച്ചെടുത്തു. 1 കപ്പാണ് ഓയിൽ എടുക്കുന്നത്. അത് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഓയിൽ തനിയോ ബട്ടർ തനിയോ എങ്ങനെയാ എടുക്കാം. 4 മുട്ട എടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണത് ഓയിലും നമ്മൾ ബട്ടറും കൂടിയിട്ടുള്ള മിക്സും പിന്നെ ഷുഗർ പൗഡർ, ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യണം നന്നായിട്ട്. ബീറ്റർ ഇല്ലാത്തവർക്ക് കൈ കൊണ്ട് അല്ലെങ്കിൽ മിക്സി വെച്ചിട്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ മിക്സി വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അതിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കേണ്ടവർക്ക് ഓവനിലേക്ക് വെക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെക്കുന്നത് നമ്മുടെ സ്റ്റൗവിന്റെ മുകളിലാണ് കേട്ടോ. സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് നമുക്ക് ബാക്കി അതിലേക്ക് വേണ്ട, ആ കേക്കിലേക്ക് വേണ്ട, ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ലൊരു ഒരു കുഴപ്പമില്ലാത്തൊരു ഡെക്കറേഷനിൽ ഞാൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഞാൻ ബേക്കിങ്ങിൽ, അപ്പോൾ അത്ര നന്നായിട്ടൊന്നും കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് നമ്മൾ ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഷുഗർ ഞാൻ ഫസ്റ്റ് ഒന്ന് മെൽട്ടാക്കിയിട്ട് നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഈ ബദാമും കാഷ്യും കൂടി കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടേക്കണം. എന്നിട്ട് അത് ബട്ടർ പുരട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ പുരട്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് അതെടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് ഷുഗർ വെള്ളം ഒഴിച്ച് നമ്മളത് മെൽട്ടാക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിനാട്ടോ 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക്. അപ്പം അത് നമ്മളെ എന്താ പറയുക, കേക്ക് നമ്മൾ സോക്ക് ചെയ്യാനുള്ള സിറപ്പ് നമ്മുടെ റെഡിയായി. ഇത് നമുക്ക് ഗണാശയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 200-250 ml ആണ് അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായി ചൂടാക്കി എടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായി ചൂടായി വരും. എന്നിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ബ്ലാക്ക് കോമ്പൗണ്ട് എന്നൊക്കെ പറയണതിന്, അത് നമ്മൾ അതിലേക്ക് ഏകദേശം ഒരു 150-200 നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. 150 ഗ്രാമോളം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പീസാക്കിയിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ നമ്മൾ അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് അത് ഗണാഷ്യോ റെഡിയാക്കി വെച്ചു കേട്ടോ. ഈ ബദാമും ഷുഗറും കൂടിയിട്ടുള്ള ഒരു നമ്മൾ ചിക്കി പോലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. 3 പീസാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ പീസ് ഞാൻ അടിയിലാണ് വെക്കുന്നത്, ഏറ്റവും അടിയിലത്തെ പീസ് മുകളിൽ വരും. അങ്ങനെയാണ് ഞാൻ സാധാരണ അത് കേക്ക് നമ്മൾ സെറ്റ് ചെയ്യാറ് കേട്ടോ. ഈ പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ബദാമിൻ്റെയും കാഷ്യൂൻ്റെയും ഷുഗർ സിറപ്പൊക്കെ കൂടിയിട്ടുള്ള, അതിലേക്ക് കുറച്ച് ആ ഗണേശം എടുത്ത് ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ആക്കി വെക്കണം. പിന്നെ ഫ്രഷ് ക്രീം എന്നല്ല കേട്ടോ, സോറി, വിപ്പിംഗ് ക്രീം നമ്മൾ 1 കപ്പ് എടുത്തിട്ട് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ സെറ്റാക്കി വെക്കുന്നു കേട്ടോ. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ സെറ്റ് ആയതിനു ശേഷം പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഫസ്റ്റ് ഞാനത് ബീറ്റ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് നേരം. എന്നിട്ടാണ് പിന്നെ കേക്ക് സെറ്റായി എല്ലാം റെഡി ആകുമ്പോഴാണ് നമ്മൾ സെറ്റാക്കുന്ന സമയത്താണ് എടുത്തിട്ട് നമ്മളത് സെറ്റാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കോഫിയുടെയും ഷുഗറും വെള്ളവും കൂടിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതാണ് ഓരോരോ ലെയറിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ ഇതുണ്ടല്ലോ, ഈ മിക്സിലേക്ക്, ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കോഫി പൗഡറും അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ.
അതിലേക്ക് തേച്ചു. ആ കോഫിയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരും ഈ ഒപ്പേറ കേക്കിൽ. അതുകൊണ്ടാണ് എല്ലാത്തിലും കോഫി പൗഡർ ആഡ് ചെയ്യണത്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ അതിലേക്ക് ഓരോരോ ഇതിലേക്കും സോക്ക് ചെയ്ത കേക്കിൻ്റെ പീസിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഇത് തേച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ആക്ച്വലി മറന്നു പോയതാണ്, ആ ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഗണാഷൊക്കെ കൂടിയിട്ട്, അത് ആക്ച്വലി ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ഞാൻ വിട്ടുപോയി. ഞാനത് കാരണം ഒരു ലെയറിൽ മാത്രമേ ഇടുന്നുള്ളൂ, താഴത്തെ ലെയറിൽ ഇട്ടിട്ടില്ല. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, 2 ലെയറിൽ ഇടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. വീണ്ടും സോക്ക് ചെയ്യുന്നു, വീണ്ടും വിപ്പിംഗ് ക്രീം തേക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യണത് ആ ഒരു കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, അല്ല കോഫിയല്ല, നമ്മുടെ ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും നമ്മുടെ ബദാമും കാഷ്യും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ്, ഗണാഷ് ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പരത്തി റെഡിയാക്കി അതൊരു ലെയർ പോലെ ആക്കി കൊടുക്കുന്നു. ആ ലെയർ പോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മേളിലേക്ക് നമ്മൾ എന്താ ചെയ്യണേ, ഇത് ഈ ലാസ്റ്റത്തെ പീസ് കേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ കേക്ക് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് പിന്നെ കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം സെറ്റായതിനു ശേഷം വിപ്പിംഗ് ക്രീം നന്നായി തേച്ച് കൊടുക്കുന്നു. വെള്ളത്തിലും ഞാൻ കുറച്ച് ഒരു ലിക്വിഡ്, മറ്റേ നമ്മുടെ സിറപ്പ് ഉണ്ടല്ലോ, ഷുഗറും കോഫിയും കൂടിയിട്ടുള്ളത്, കോഫി അതിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എന്താ ചെയ്ത് വെച്ചെങ്കിൽ സെറ്റായി വന്നതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഗണാഷ് ഒഴിച്ചു കൊടുത്തത്. ഗണാഷ് ഒഴിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുക. അതല്ല ഒപ്പേറ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുമല്ലോ. നമ്മൾ ഗണാഷ് ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം തേക്കുമ്പോൾ അത്ര വലിയ ഭംഗിയിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി ചെയ്യണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല കേട്ടോ. കാരണം നമ്മൾ അതിന് മുകളിൽ ഗണാഷ വരണ കാരണം കൊണ്ട് ചോക്ലേറ്റ് ഗണാഷ ഒഴിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പെർഫെക്ഷൻ വേണമെന്ന് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ അത്ര നിർബന്ധമില്ല. ഷേപ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി, ആ സ്ക്വയർ ഷേപ്പ്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സെറ്റാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗണാഷ ഒഴിക്കുക കേട്ടോ. ഉടനടി എടുത്തൊഴിച്ച് ചിലപ്പോൾ അത് ഗണാഷോ അത്ര, കാരണം ഗണാഷയ്ക്ക് ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടിനാണ് അത് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് അങ്ങോട്ട് അത് രണ്ടും കൂടി അങ്ങ് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കേക്ക് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഗണാഷ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 4 സൈഡ് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്താൽ ഫ്രഞ്ച് ഒപ്പേറ കേക്ക് റെഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലുടെയൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.